അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, നോമ്പാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് മക്കൾ മരണപ്പെട്ടിരിക്കുന്നത്. നോമ്പാണ്, നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിൽ റിപ്പയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വീട്ടിലെ നല്ല ഭക്ഷണം കഴിക്കുക. തലേ ദിവസം ചൂടാക്കി ഫ്രീസറിൽ വെച്ച ഭക്ഷണം ചൂടാക്കാതെ കഴിക്കാതിരിക്കുക. ഭക്ഷണം ചൂടാക്കിയതിന് ശേഷം കഴിക്കുക. നോമ്പ് മുറിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അല്പസമയം വായയിൽ വെച്ചതിന് ശേഷം ഇറക്കുക. പെട്ടെന്ന് ധൃതിയോടെ വിഴുങ്ങാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കളെയാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. അവർക്കിതൊന്നും അറിയില്ല. വിശപ്പല്ലേ ദാഹമല്ലേ എന്ന് കരുതി വലിച്ചു കുടിക്കുകയും ആർത്തിയോടെ കഴിക്കുകയും ചെയ്യും. അപ്പോഴാണ് ചില അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. കുറ്റിപ്പുറത്ത് നിന്നും ഈ ഒരു 7 വയസ്സുകാരി മരണപ്പെട്ടിരിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചാണത്രേ. ഭക്ഷണം കഴിച്ച് കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. ഈ കുട്ടിയുടെ കുടുംബത്തിലെ ഗർഭിണിയായ ഉമ്മയും സഹോദരിയും ഉൾപ്പെടെ 5 പേര് ആശുപത്രിയിലുമാണുള്ളത്. ഇവർ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ആശുപത്രിയിലെത്തുന്നത്. അതിൽ 7 വയസ്സുകാരിയായ ഈ ഒരു മോളാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എടച്ചലം കരിമ്പലക്കൽ ഹക്കീമിന്റെ മകൾ ലസ്നയാണ് ഇതുപോലെ മരണപ്പെട്ടത്. ആ കുടുംബത്തിലെ 5 പേരാണ് ഈ ഒരു ഫുഡിനെ തുടർന്ന് ആശുപത്രിയിലായിരിക്കുന്നത്. അവരിപ്പോഴും ചികിത്സയിലാണത്രേ. ഭക്ഷ്യവിഷബാധയാണോ എന്ന് ആരോഗ്യ വകുപ്പ് പരിശോധിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 3:30 മണിയോടെയാണ് പൂക്കാട്ടേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ലസ്ന മോൾ മരണപ്പെടുന്നത്. ആദ്യം ഇവർക്ക് വയറിളക്കവും ഛർദിലുമാണ് ഉണ്ടായത്. തുടർന്ന് ഈ കുട്ടിയുടെ ഉമ്മക്കും മറ്റുള്ളവർക്കും ഇതേ അവസ്ഥ അനുഭവപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അതേ ആശുപത്രിയിൽ ഇവരും എത്തിപ്പെടുന്നത്. മരണപ്പെട്ട ഈ കുട്ടിക്കും കുട്ടിയുടെ ഉമ്മക്കുമാണ് കടുത്ത ക്ഷീണവും അസ്വസ്ഥതയും ഉണ്ടായത്. അതേ തുടർന്ന് ആശുപത്രിയിൽ നിന്നും ഡ്രിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ചികിത്സിക്കുന്ന ഇടയാണ് ഈ പൊന്നുമോള് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയത്. ലസ്നയുടെ ഉമ്മയാണെങ്കിൽ ഗർഭിണിയുമാണ്. പടച്ചറബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ആ പൊന്നുമോളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും പടച്ചറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണമാണ് ഇവർ അവസാനമായി കഴിച്ചതെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അനുഭവമാണ് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു അശ്രദ്ധ മൂലം നമുക്കൊന്നും സംഭവിച്ചുകൂടാ. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മോനാണ്. ഈ മോന് മരണപ്പെട്ടിരിക്കുന്നത് പള്ളിയിൽ നിന്നും വീട്ടിലെത്തി വീട്ടുകാരുടെ കൂടെ ആദ്യം ഒരു പപ്സ് കഴിച്ചു. പിന്നെ ഉപ്പുമാവുമാണ് കഴിച്ചത്. പിന്നെ സംഭവിച്ചത് ഈ 21-കാരൻ്റെ മരണമാണ്. കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. കൊച്ചിയിലായിരുന്നു ഇത് സംഭവം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അതേ തുടർന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്തു. കൊച്ചി മുറമ്പം കുറുപ്പശ്ശേരി അജിയുടെ മകൻ ആൻഡോൺ ആണ് മരണപ്പെട്ടത്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവിടെയുള്ള നാട്ടുകാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഇങ്ങനെയാണ്. രാവിലെ പള്ളിയിൽ പോയതിന് ശേഷം ആൻഡോൺ വീട്ടിലേക്ക് വന്നു. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. ആദ്യം ഒരു പപ്സ് കഴിച്ചു. പിന്നീട് ഉപ്മാവും കഴിച്ചു. അതിനിടയിലാണ് ഈ ഒരു കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ആദ്യം എന്താണെന്ന് വീട്ടുകാർക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ഇവരെത്തുന്നത്. അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്നാണ് എന്തൊക്കെയോ സംഭവിച്ചത്. എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. എല്ലാ മക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. പേടിയാകുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു മരണകാരണം ഭക്ഷണം ശ്വാസനാളത്തിൽ കുടുങ്ങിയതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഹൃദയാഘാതമായിരിക്കുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ വന്നാലേ മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യത്തിൽ പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പടച്ചറബ് മരണപ്പെട്ട പൊന്നുമക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. പടച്ചറബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. പുണ്യമാസമാണ് റബ്ബെ. ആ മാസത്തിൻ്റെ പ്രത്യേകത മുഴുവൻ ആ മക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ.
പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.